ക്ലാസ്സിൽ മെട്രിക്സ് എന്ന പാഠഭാഗത്തിന്റെ പ്രാഥമികമായ കാര്യങ്ങളാണ് നാം പഠിച്ചത്. എന്താണ് ഓർഡർ എന്നും ആ ഓർഡറിലേക്ക് നമ്മളെ എത്തപ്പെടാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് മനസ്സിലാക്കിയത്. കഴിഞ്ഞ +2 പരീക്ഷയിൽ ചോദിച്ച ചോദ്യം 2020 മാർച്ചിലെ +2 പരീക്ഷയിൽ 2 മാർക്കിന് വന്ന ചോദ്യമാണ് നമ്മൾ ഓർഡർ എന്ന ഭാഗത്ത് നിന്ന് ഇനിയും മനസ്സിലാക്കുവാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ അതിലെ 19ാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പിരിവ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമുക്ക് ആദ്യമായി ചോദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കി പാഠഭാഗം പഠിച്ചു തുടങ്ങാം. കേരള ഹയർ സെക്കൻഡറി എക്സാം മാർച്ച് 2020 2 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യം. ലെറ്റ് A is equal to matrix Aij with order 2/3 where Aij is equal to I plus j. Construct A. എല്ലാവരും ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഇപ്പോൾ തന്നെ മനസ്സിൽ പറഞ്ഞു തുടങ്ങി കാണും. നമുക്ക് ആരംഭിക്കാം. Given that A is equal to Aij of 2/3 where Aij is equal to I plus j എടുത്തതാണ്. 2/3 മെട്രിക്സ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അർത്ഥം 2 റോകൾ ഉണ്ടാകണം, 3 കോളംസ് ഉണ്ടാകണം. ഈ ഓരോ എലമെന്റും Aij ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് A11, ഇത് A12, ഇത് A13, ഇത് A21, A22, A23. ഇനി നമുക്ക് കൺസ്ട്രക്ഷൻ ആരംഭിക്കാം. Aij is equal to ഒന്നുകൂടി എടുത്തെഴുതുകയാണ് തന്നിട്ട് ക്വസ്റ്റ്യനകത്ത്. Aij is equal to I plus j എന്നാണ്. ആദ്യമായി നമുക്ക് കണ്ടെത്തേണ്ടത് A11 ആണ് കുട്ടികളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? A11 is equal to എഴുതുക. ഐയുടെ സ്ഥാനത്ത് 1, ജെയുടെ സ്ഥാനത്ത് 1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 plus 1 എന്ന് എഴുതാം. ഐയും 1 ആണ്, ജെയും 1 ആണ്. അപ്പോൾ I plus j ആരാണ്? 1 plus 1 ആണ്. അത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് നമുക്ക് കിട്ടി. ഇത് നമുക്ക് വേണ്ടത് A12 ആണ്. A12 is equal to A12 ആരാണ്? 1 plus 2 ആണ്. കാരണം Aij I plus j ആണെങ്കിൽ A12 1 plus 2 ആണ്. അപ്പോൾ 1 plus 2 എത്രയാണ്? 3 ആണ്. A13 ആരാണ്? അപ്പോൾ 1 plus 3 അല്ലേ ഉറപ്പായിട്ടും. അപ്പോൾ അത് 4 ആകില്ലേ? A21 ആരാണ് കുട്ടികളെ? A21 2 plus 1 ആണ്. അത് എത്രയാണ്? 3 ആണ്. A22 എത്രയാണ് മക്കളെ? നോക്കുക, 2 plus 2 ആണ്. അത് എത്രയാണ്? 4 ആണ്. A23 എത്രയാണ് കുട്ടികളെ? 2 plus 3 ആണ്. 2 plus 3 എത്ര മക്കളെ? 5 ആണ്. നമുക്ക് വേണ്ട മെട്രിക്സിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ക്യാപിറ്റൽ A is equal to മെട്രിക്സ് A11, A12, A13, A21, A22, A23. നമ്മൾ അതിലെല്ലാം വാല്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഭംഗിയായിട്ട് എഴുതി വെക്കുക. ഫസ്റ്റ് റോയിൽ 2, 3, 4, 2, 3, 4. സെക്കൻഡ് റോയിൽ 3, 4, 5. അപ്പോൾ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? മെട്രിക്സ് A is equal to 2, 3, 4, 3, 4, 5. ഇത്രയും നിങ്ങൾ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് സ്കോർ ആയിട്ട് ശരിയിട്ടിട്ട് 2 മാർക്ക് കിട്ടും. എല്ലാവർക്കും ഈ ചോദ്യം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ഈ പ്രോബ്ലം പലതവണ ചെയ്ത് മനസ്സിലാക്കുക. ഇതുപോലത്തെ ഒരു ചോദ്യം +2 പരീക്ഷയ്ക്ക് വരുവാൻ സാധ്യതയുള്ളതാണ്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. വിവിധ തരത്തിലുള്ള മെട്രിക്സുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ സെക്ഷനിൽ നാം ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് മെട്രിക്സ് നമുക്ക് നോക്കാം. ടൈപ്പ് 1 മെട്രിക്സ്, കോളം മെട്രിക്സ്. ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ഒരു മെട്രിക്സിന് ഒരു
കോളം മാത്രമാണുള്ളതെങ്കിൽ ആ മെട്രിക്സിനെ വിളിച്ച പേരാണ് കോളം മെട്രിക്സ്. ഒരു മെട്രിക്സ് ഉണ്ടാക്കുന്നു, 7 എന്ന് എഴുതി ഒരു മെട്രിക്സ് ആക്കുന്നു. ഈ മെട്രിക്സിന് ഇപ്പോൾ ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കോളം മാത്രമുള്ള മെട്രിക്സ്, അതിന്റെ പേരാണ് കോളം മെട്രിക്സ്. ഇതിന്റെ ഓർഡർ നമുക്ക് നോക്കാം. ഒരു റോയും ഒരു കോളം ഉള്ളതുകൊണ്ട് ഇതൊരു 1/1 മെട്രിക്സ് ആണ്. അതുകൊണ്ട് ഇതൊരു കോളം മെട്രിക്സ് ആണ്. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. 7 4. ഇവിടെ നമുക്കറിയാം ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ, 2 റോ ഉണ്ട്. നമ്മുടെ ഡെഫിനിഷൻ എന്താ? ഒരൊറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് എന്ത്? കോളം മെട്രിക്സ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി ഒരൊറ്റ കോളമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഓർഡർ എത്രയാണ്? 2 റോ ഉണ്ട്, 1 2 റോ ഉണ്ട്, ഒരു കോളം ഉണ്ട്. അപ്പൊ ഇത് മെട്രിക്സാ? 2/1 മെട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ നോക്കാം. 1 3 5. എത്ര കോളം ഉണ്ട് കുട്ടികളെ? ഒരു കോളം. ഇങ്ങനെ ഒരു കോളം മാത്രമുള്ള മെട്രിക്സ്. ഈ ഒരു കോളമുള്ള മെട്രിക്സ് നോക്കിക്കേ, ഒരു കോളമേ ഉള്ളൂ, പക്ഷെ 3 റോ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓർഡർ എത്ര? 3/1 മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 1/1 മെട്രിക്സ് കോളം മെട്രിക്സ് ആണ്, 2/1 മെട്രിക്സ് കോളം മെട്രിക്സ് ആണ്, 3/1 മെട്രിക്സും കോളം മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 4 റോയും ഒരു കോളമുള്ള മെട്രിക്സും കോളം മെട്രിക്സ് ആണ്, 5 റോയും ഒരു കോളമുള്ള മെട്രിക്സും കോളം മെട്രിക്സ് ആണ്, 10 റോയും ഒരു കോളമുള്ള മെട്രിക്സും കോളം മെട്രിക്സ് ആണ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയാൽ m റോസും 1 കോളവുമേ ഉള്ളെങ്കിൽ m/1 മെട്രിക്സ്, അതിന്റെ പേരാണ് കോളം മെട്രിക്സ്. അപ്പോൾ നമുക്ക് കോളം മെട്രിക്സിന് 2 ഡെഫിനിഷൻ എഴുതി വെക്കാം. എ മെട്രിക്സ് വിത്ത് only 1 column, a matrix with 1 and only 1 column. ഒന്നാമത്തെ ഡെഫിനിഷൻ ആണ്. A matrix with 1 and only 1 column is known as column matrix. അർത്ഥം എന്താ? ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സുകൾ. അതിന് എന്ത് ഭാഗത്തിൽ ഉൾപ്പെടുത്താം? കോളം മെട്രിക്സ് പറയാം. കുറച്ചുകൂടി സാങ്കേതികമായ അറിവുള്ള, ടെക്നിക്കൽ നോളജ് ഉള്ള ഒരു മാത്തമാറ്റിക്സ് ഉണ്ട് പറയേണ്ടത്. നിങ്ങളെ പോലുള്ള കുട്ടികൾ പറയേണ്ട മറുപടി എനി m/1 മെട്രിക്സ്, എനി m/1 മെട്രിക്സ് ഈസ് നോൺ ആസ് എ കോളം മെട്രിക്സ്. കാരണം എന്താ? അതിനകത്ത് റോകളുടെ എണ്ണം എത്ര വേണമെങ്കിലും ആകാം, റോകളുടെ എണ്ണം എത്ര വേണമെങ്കിലും ആകാം, പക്ഷെ ഒറ്റ കോളം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇത് 3 എഴുതാം. പിന്നെ വേണമെങ്കിൽ 1 2 3 4 5 ഇങ്ങനെ പോയി എക്സെട്ര എന്ന് എഴുതി വെക്കാം. അപ്പൊ അതിന്റെ ഓർഡർ എന്താ പറയും? 1 2 3 4 5 കൊടുത്തേക്കുന്നത് എണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഇത് n/1 മെട്രിക്സ് ആണ്. ഇങ്ങനെ by1 എന്ന് വരുന്ന by1 ഓർഡറിന്റെ എൻഡ് by1 തീരുന്നതെല്ലാം കോളം മെട്രിക്സ് ആയിരിക്കും. അപ്പൊ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ മെട്രിക്സ് വിത്ത് ഓൺലി 1 കോളം, അതായത് എനി m/1 മെട്രിക്സ് ഈസ് നോൺ ആസ് എ കോളം മെട്രിക്സ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. റോ മെട്രിക്സ്, കോളം മെട്രിക്സ് പഠിച്ചു കഴിഞ്ഞ കുട്ടി ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്, ഞങ്ങൾക്ക് അറിയാം, മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ? എ മെട്രിക്സ് വിത്ത് ഓൺലി 1 റോ, ഒരു റോ മാത്രമുള്ള മെട്രിക്സ്. ഞാൻ മുമ്പത്തെ പോലെ തന്നെ 7 അങ്ങോട്ട് എഴുതി നോക്കി. എത്ര റോ ഉണ്ട്? ഒരു റോ. എത്ര കോളം ഉണ്ട്? ഒരു കോളം. ഇവിടെ ഒരു റോയേ ഉള്ളൂ, അതുകൊണ്ട് അതൊരു റോ മെട്രിക്സ് ആണ്. അടുത്തത് 7 3 എഴുതി. എത്ര റോ ഉണ്ട്? ഒരു റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 2 കോളം ഉണ്ട്. അപ്പോൾ ഒരു
ഒരു 1/2 മെട്രിക്സ് ആയ 7 3 എന്താണ്? ഒരു റോ മെട്രിക്സ്. അടുത്തത് 5 4 3 കാണുമ്പോൾ അറിയാം ഒരു റോ മാത്രമേ ഉള്ളൂ, പക്ഷെ 3 കോളം ഉണ്ട്. 1 2 3 ഒരു റോയിൽ 3 കോളം ഉള്ളത് കൊണ്ട് ഒരു റോ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒറ്റ റോ മാത്രം. അതുകൊണ്ട് ഇത് റോ മെട്രിക്സ് ആണ്. അപ്പോൾ റോ മെട്രിക്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എ മെട്രിക്സ് വിത്ത് only one row, one and only one row. ഒരേ ഒരു റോ മാത്രമുള്ള മെട്രിക്സ് ആണ് എന്ത്? റോ മെട്രിക്സ്. അത് നമുക്ക് കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ചർച്ച ചെയ്താൽ 1 2 3 4 5 ഇങ്ങനെ പോയി n ഉണ്ടെങ്കിൽ ഇവിടെ എന്താ പ്രത്യേകത? ഒറ്റ റോയേ ഉള്ളൂ, പക്ഷെ n കോളംസ് ഉണ്ട്. അപ്പോൾ 1/n മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിന് ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ പേര് കോളം മെട്രിക്സ്. ഒരു മെട്രിക്സിന് ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ പേര് റോ മെട്രിക്സ് എന്ന് പറയും. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ധാരാളം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് കോളം മെട്രിക്സിന്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്. കോളം മെട്രിക്സ് ശ്രദ്ധിക്കുക, ഒരു മെട്രിക്സ് എഴുതിയാൽ താഴോട്ടാ പോകുന്നത്. അപ്പൊ A11 A11 A21 A31 ഇങ്ങനെ പോയി AN1. ഇതാണ് കോളം മെട്രിക്സിന്റെ സ്ട്രക്ചർ. എന്നാൽ റോ മെട്രിക്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ശ്രദ്ധിക്കുക. റോ മെട്രിക്സിന്റെ സ്ട്രക്ചർ A11 A12 A13 ഇങ്ങനെ പോയി A1n എന്ന് വരും. അർത്ഥം എന്താ? ഒരു റോയും ഒത്തിരി കോളവും. ഇതിന്റെ അർത്ഥം എന്താ? ഒരു കോളവും ഒത്തിരി റോയും. ഇതാണ് റോ മെട്രിക്സും കോളം മെട്രിക്സും തമ്മിലുള്ള വ്യത്യാസം. ഈ ടോപ്പിക് രണ്ടും വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് റോ മെട്രിക്സ്, എന്താണ് കോളം മെട്രിക്സ്. അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. വളരെ പ്രധാനപ്പെട്ടൊരു പദമാണ് സ്ക്വയർ മെട്രിക്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സ്ക്വയർ മെട്രിക്സ്. വാക്കിൽ തന്നെയുണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായെന്നല്ലേ. ഇവിടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും തുല്യമായത്. നമുക്ക് നോക്കാം. ഒരു 1/1 മെട്രിക്സ് എടുത്തു. 1/1 മെട്രിക്സ് ഉദാഹരണം 7 തന്നെ എടുത്തു. എത്ര റോ ഉണ്ട് കുട്ടികളെ? ഒരു റോ. എത്ര കോളം ഉണ്ട്? ഒരു കോളം. അപ്പൊ ഇത് 1/1. ഓക്കെ. അപ്പോ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അടുത്ത നമുക്ക് നോക്കാം 2/2 മെട്രിക്സ്. 2 റോയും 2 കോളവും. നോക്കിക്കോ. 7 4 1 2. എത്ര റോ ഉണ്ട്? 2 റോ. എത്ര കോളം ഉണ്ട്? 2 കോളം. അപ്പോൾ ഇത് 2/2 മെട്രിക്സ് അല്ലേ. നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് എങ്ങനെ നിർവചനം പറയാം? സ്ക്വയർ മെട്രിക്സ് ഈസ് എ മെട്രിക്സ് വിത്ത് ഓർഡർ m/m. m റോകളും m കോളങ്ങളുമുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഈ ഓർഡറിനെ ഒരു നമ്പറിലേക്ക് ചുരുക്കും. സ്ക്വയർ മെട്രിക്സിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. അതായത് സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ 2/2 ആണെങ്കിൽ നമ്മൾ പറയും എ സ്ക്വയർ മെട്രിക്സ് വിത്ത് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ മതി. ഓർഡർ സ്ക്വയർ എന്ന് പറയുന്നത് തുല്യമല്ലേ, അതുകൊണ്ട് റോയും കോളവും തുല്യമായതുകൊണ്ട് 2 എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ എ സ്ക്വയർ മെട്രിക്സ് വിത്ത് ഓർഡർ 3 എന്ന് പറഞ്ഞാൽ അർത്ഥം 3/3 എന്നാണ്. 3 റോയും 3 കോളവും ഉണ്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയാൽ ഒരു m/n മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആകണമെങ്കിൽ m എന്നും തുല്യമായാണ്. എല്ലാവർക്കും മനസ്സിലാവും. ഒരു m റോസും n കോളമുള്ള ഒരു മെട്രിക്സിന് നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൽ എമ്മുകളുടെ എണ്ണവും എന്നുകളുടെ എണ്ണവും തുല്യമായിരിക്കണം. m ആരാ? റോകളുടെ എണ്ണം. n ആരാ? കോളത്തിന്റെ എണ്ണം. നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു
നമ്പർ ഓഫ് കോളംസ് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, ആ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ സ്ക്വയർ മെട്രിക്സ് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് തുടർന്നുള്ള മെട്രിക്സിന്റെ സബ് ഡിവിഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഈ 3 കാര്യങ്ങൾ ആദ്യം മുതൽ പഠിക്കാം. ആദ്യം പഠിച്ചത് ശ്രദ്ധിക്കുക, കോളം മെട്രിക്സ്. ഒരു മെട്രിക്സിന് ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, കോളം മെട്രിക്സ് വിളിക്കും. രണ്ടാമത് പഠിച്ചത് റോ മെട്രിക്സ്. ഒരു മെട്രിക്സിന് റോ മാത്രമേ ഉള്ളെങ്കിൽ, എത്ര റോ, ഒരു റോ. ഒരു മെട്രിക്സിന് ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ റോ മെട്രിക്സ് വിളിക്കും. ഒരു മെട്രിക്സിന്റെ റോകളുടെ എണ്ണവും കോളങ്ങളുടെ എണ്ണവും തുല്യമാകുന്ന സാഹചര്യത്തെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് വിളിക്കാം. സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡറുകൾ 1/1, 2/2, 3/3, 4/4, n/n. ഇതാണ് ഇതിന്റെ ഓർഡർ. പക്ഷെ നമ്മൾ ഓർഡർ പറയുമ്പോൾ സ്ക്വയർ മെട്രിക്സിൽ മാത്രം 2 പ്രാവശ്യം പറയണ്ട, വൈകിട്ട് പറയണ്ട, ഒരു നമ്പർ മാത്രം പറഞ്ഞാൽ മതി. ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് വിത്ത് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ മതി. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് വിത്ത് ഓർഡർ 3 എന്ന് പറഞ്ഞാൽ മതി. ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ n/n മെട്രിക്സ് ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് വിത്ത് ഓർഡർ n എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതാണ് 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നിങ്ങളോട് ഒരാൾ പറയുക, റൈറ്റ് എ കോളം മെട്രിക്സ് 1 2 3. ഓക്കെ, റൈറ്റ് എ റോ മെട്രിക്സ് 1 2 3. എക്സാമ്പിൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതണം, ഇഷ്ടമുള്ള എഴുതാം. റൈറ്റ് എ സ്ക്വയർ മെട്രിക്സ് 1 1 2 3. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇതൊരു 2/2 മെട്രിക്സ് ആണ്, ഇഷ്ടമുള്ള രീതിയിൽ മെട്രിക്സിൽ എഴുതാനുള്ള നിയമങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഇങ്ങനെ നിങ്ങൾക്ക് റോ മെട്രിക്സും കോളം മെട്രിക്സും സ്ക്വയർ മെട്രിക്സും അനായാസമായിട്ട് എഴുതി വെക്കുവാൻ സാധിക്കും. ഇത്തരം മെട്രിക്സുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ തുടർ പഠനത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പഠിച്ചത് സ്ക്വയർ മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസ് is equal to number of columns. ഇതാണ് എന്ത്, സ്ക്വയർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയഗണൽ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് നമ്മൾ എടുക്കുന്നു 1 2 3 4. ഓക്കെ, അപ്പോൾ എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് മനസ്സിലാക്കാൻ പോവാം. അപ്പൊ ആദ്യം ഇതിനകത്ത് ഡയഗണൽ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈനിൽ ലൈ ചെയ്യുന്ന നമ്പറുകളെ, എൻട്രികളെ വിളിച്ച പേരാണ് ഡയഗണൽ എൻട്രീസ് അല്ലെങ്കിൽ ഡയഗണൽ എലമെന്റ്സ്. ഇതൊരു ഒന്നാമത്തെ എലമെന്റ് ആണ്. ഇതിന്റെ പേര് A11, A12, A21, A22. ഇതൊരു 2/2 മെട്രിക്സ് ആണെന്ന് കാണുമ്പോഴേ അറിയാം. ഇത് നമ്മൾ ഇങ്ങനൊരു വര വരച്ചാല് ഇത് 1 1 ആണ്, ഇത് 2 2 ആണ്. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ഇങ്ങനെ ഈ ലൈനിൽ വരുന്ന എലമെന്റ്സിനെ വിളിച്ച പേരാണ് ഡയഗണൽ എലമെന്റ്സ്. എന്താ ഡയഗണൽ എലമെന്റ് ചോദിച്ചാല്, ഒരു Aij മെട്രിക്സ്, ഒരു മെട്രിക്സ് Aij നിങ്ങൾ കൺസിഡർ ചെയ്താല് അതിനെ ഐയും ജെയും ഈക്വൽ ആകുന്ന സ്ഥലങ്ങൾ, ഐയും ജെയും ഈക്വൽ ആകുന്ന എൻട്രീസ്, അതിന്റെ പേരാണ് ഡയഗണൽ എൻട്രീസ്. നിങ്ങൾക്ക് A11 ഒരു ഡയഗണൽ എൻട്രി ആണ്, A22 ഒരു ഡയഗണൽ എൻട്രി ആണ്. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് നോക്കാം. 3/3 മെട്രിക്സ് 7 4 1 1 0 3 2 3 5 ഒരു മെട്രിക്സ്. ഇതൊരു 3/3 മെട്രിക്സ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കാരണം എന്താ, 3 റോകളും ഉണ്ട്, 3 കോളങ്ങളും ഉണ്ട്. ഇങ്ങനെ 3/3 മെട്രിക്സിന്റെ ഈ ലൈൻ കണ്ടോ, 7 0 5, ഈ ലൈനെ വിളിച്ച പേരാണ് ഡയഗണൽ. കാരണം എന്താ,
ഇത് A11 ആണ്, ഇത് A22 ആണ്, ഇത് A33 ആണ്. അപ്പൊ നമുക്ക് ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെ നോക്കി. ഡയഗണൽ എലമെന്റ്സ് എന്ന് പഠിപ്പിക്കാൻ പോവാം. ഒരു 1/1 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാൻ കഴിയുക. 1/1 മെട്രിക്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും ഓർഡർ 1. 1/1 മെട്രിക്സ് നമ്മൾ വിളിക്കുന്ന പേര് ഓർഡർ 1 ആണ്. അങ്ങനെയുള്ള മെട്രിക്സിൽ A11 മാത്രമാണ് ഡയഗണൽ എൻട്രി. ഒരു 2/2 മെട്രിക്സ് നമ്മൾ എടുക്കുന്നു, അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് പറയും ഓർഡർ 2 ആണെന്ന് പറയും. ഓക്കെ, അതിലെ A11ഉം A22മാണ് ഡയഗണൽ എൻട്രീസ്. ഒരു 3/3 മെട്രിക്സ് എടുക്കുന്നു, അതിന്റെ ഓർഡർ എപ്പോഴത്തെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഓർഡർ 3 ആണ്. സ്ക്വയർ മെട്രിക്സിന് മാത്രമാണ് ഈ ഓർഡർ മാത്രം ഒറ്റ നമ്പറിൽ പറയുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ പറയും 2/3 3/4 ഒക്കെ സ്ക്വയർ മെട്രിക്സ് അല്ലാത്തത്. സ്ക്വയർ മെട്രിക്സിന്റെ കാര്യം മാത്രം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ ഓർഡർ 3 ആണ്. അപ്പൊ ഡയഗണൽ എൻട്രീസ് ഏതൊക്കെ മക്കളെ? A11 ഉണ്ട്, A22 ഉണ്ട്, A33 ഉണ്ട്. അപ്പൊ അടുത്ത ഒരു 4/4 മെട്രിക്സ് ആണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഓർഡർ 4 ആയിരിക്കും അതിന്റെ. ഓക്കെ, അതിന്റെ എൻട്രീസ് ഏതൊക്കെയാ മക്കളെ? A11, A22, A33, A44. അങ്ങനെയാണെങ്കിൽ ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ അങ്ങനെ പറയും ഓർഡർ n ആണ്. അതിന്റെ ഡയഗണൽ എൻട്രീസ് ഏതൊക്കെയാ? A11, A22, A33, ഇങ്ങനെ പോയി ANN വരെ. ഇപ്പൊ എല്ലാവർക്കും എന്താണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് മനസ്സിലായി. ഡയഗണൽ മെട്രിക്സ് മനസ്സിലായിട്ടില്ല, അതിലോട്ട് പോവാം. അപ്പൊ ചൊല്ലിട്ടു നമ്മൾ ആദ്യമായിട്ട് പറയുകയാണ്, ഡയഗണൽ മെട്രിക്സ് മനസ്സിലാക്കാൻ, ഡയഗണൽ മെട്രിക്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ കുട്ടികളെ? വളരെ സിമ്പിൾ ആണ്. ഡയഗണൽ എൻട്രീസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ മെട്രിക്സ്, എന്താ ഡയഗണൽ എലമെന്റ്സ് പറഞ്ഞാല് A11, A22, A33 ഈ പൊസിഷനിൽ കാണുന്ന, ഈ സ്ഥാനത്ത് കാണുന്ന എലമെന്റ്സിന്റെ പേരാണെന്ത്? ഡയഗണൽ. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. ഒന്നുകൂടെ വ്യക്തമായിട്ട് ഓർക്കുക, ഞാൻ ഡയഗണൽ മെട്രിക്സ് പഠിപ്പിക്കാൻ പോവുകയാണ്. സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന ആശയം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് അത് ഡയഗണൽ മെട്രിക്സ് ആകാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്. അതിനാദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഒരു ഡെഫിനിഷനാണ്. എന്താണ് ഡയഗണൽ എൻട്രീസ് അല്ലെങ്കിൽ ഡയഗണൽ എലമെന്റ്സ്? ഒരു സ്ക്വയർ മെട്രിക്സിലെ ഡയഗണലിൽ സ്ഥിതി ചെയ്യുന്ന, ഡയഗണലിൽ നമ്മൾ മലയാളത്തിൽ വികരണങ്ങൾ എന്ന് പറയും, വികരണങ്ങളിലെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന എലമെന്റ്സിനെ, ഒരു മെട്രിക്സിലെ എലമെന്റ്സ് സ്ഥിതി ചെയ്യുന്നത് ഡയഗണലിലാണെങ്കിൽ അത്തരം എലമെന്റ്സിനെ വിളിച്ച പേരാണ് ഡയഗണൽ എൻട്രി എലമെന്റ്സ്. ഡയഗണലിൽ വന്നിരിക്കുന്ന എലമെന്റ്സ്. ഇതൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് നേരെ ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് പഠിക്കാം. എന്താണ് ഡയഗണൽ മെട്രിക്സ്? വളരെ സിമ്പിൾ ആണ്. ഈ വാക്ക് തന്നെ മക്കളെ, ഡയഗണലിൽ മാത്രം എൻട്രീസ് വരുന്നു. ഡയഗണലിൽ മാത്രം എൻട്രീസ് വരുന്നു, ബാക്കി എല്ലാവർക്കും 0 വരുന്നു. അല്പം കൂടെ വ്യക്തമായിട്ട് പറയാം. ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണലിൽ മാത്രമായിരിക്കണം 0 അല്ലാത്ത എലമെന്റ്സ്, ബാക്കി എല്ലാം 0 ആയിരിക്കണം. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് മാത്രം 0 അല്ലാത്ത നമ്പറുകളും ബാക്കി എല്ലാ എലമെന്റും 0. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഫോർ എ ഡയഗണൽ മെട്രിക്സ് non-zero elements, non-zero elements, 0 അല്ലാത്ത elements. For a diagonal matrix, non-zero elements occur only in diagonal. For a diagonal matrix, non-zero elements are occurring only on diagonals. Non-zero ആയ എലമെന്റ്സുകള്, 0 അല്ലാത്ത സംഖ്യകള് എവിടെ വരണം? ഡയഗണലിൽ വരണം. എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ശ്രദ്ധിക്കുക, ഒരു 2/2 മെട്രിക്സ് എടുത്തു. 4 0 0 7. നോക്കി, ഒരു 2/2 മെട്രിക്സ് അല്ലേ? അതിന്റെ ഡയഗണൽ എലമെന്റ് നോക്കിയത് ഞാൻ വരച്ചു. A11 A22, A11 A22. ഇത് രണ്ടും നോൺ സീറോ അല്ലേ?
ഇത് രണ്ടും 0 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് നമുക്ക് പറയാം. 3 0 0 0 4 0 0 0 9 ഒരു 3x3 മെട്രിക്സ് ആണെന്ന് കാണുമ്പോൾ അറിയാം. അതിലെ ഡയഗണൽ എൻട്രീസ് നമ്മൾ നോട്ട് ചെയ്തു. അവിടെ മാത്രമാണ് നോൺ സീറോ എലമെന്റ്സ്, ബാക്കി എല്ലാം സീറോകളാണ്. കണ്ട? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് നിങ്ങൾ എന്ത് പറയും? ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ എലമെന്റ്സ് ആയാൽ, ഈ മാത്രം നോൺ സീറോ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം സീറോ മാത്രം. ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോ ആയിരിക്കും. പൂജ്യമല്ലാത്ത സംഖ്യകൾ ഡയഗണലിൽ വരണം, ബാക്കിയെല്ലാം എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അപ്പൊ ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു സ്ക്വയർ മെട്രിക്സിന്റെ നോൺ സീറോ എൻട്രീസ് ഡയഗണലിൽ വരണം. സീറോ അല്ലാത്ത എലമെന്റ്സ് എവിടെ വരണം? ഡയഗണലിൽ വരണം. ബാക്കിയെല്ലാം എവിടെ വരേണ്ടത്? ബാക്കിയുള്ള എലമെന്റ്സ് എവിടെ വരണം? അപ്പൊ നോൺ സീറോ ആയ എലമെന്റ്സ് ഡയഗണലിൽ വരണം, സീറോ എലമെന്റ്സ് ബാക്കിയിലായിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ചുരുക്കി പറയാം? ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആകണമെങ്കിൽ ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ ആയാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ ഡെഫിനിഷൻ? ഓൺലി നോൺ സീറോ എലമെന്റ്സ് ലൈ ഇൻ ഡയഗണൽസ്. നോൺ സീറോ എലമെന്റ്സ് കിടക്കേണ്ട സ്ഥലം എവിടാണ്? ഡയഗണൽസ് ആണ്. ഇത്തരം മെട്രിക്സിനെ വിളിച്ച പേരാണത് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഇത് വളരെ കണക്റ്റഡ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് ഡയഗണൽ മെട്രിക്സ് മനസ്സിലാവുള്ളൂ. ഞാൻ കൺക്ലൂഡ് ചെയ്തുകൂടെ പറയാം. ഡയഗണൽ മെട്രിക്സ് എന്ന ടോപ്പിക് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളുക. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണലിലെ എലമെന്റ്സ് അതെന്തൊക്കെയാണ്? A11 A22 A33 A44 എന്നിങ്ങനെ പോകുന്ന ഒരേപോലത്തെ റോയും കോളവും I = J. A11 A22 A33 A44 ഇങ്ങനെ പോകുന്ന ഒരു മെട്രിക്സ്. ആ എലമെന്റ്സ് മാത്രം നോൺ സീറോ ആകുന്നു. A11 A22 A33 A44 ഒക്കെ നോൺ സീറോ ആകുന്നു. ബാക്കി എന്ത് എലമെന്റും ഇതുപോലെ സീറോ ആകുന്നു. ഇങ്ങനെ എലമെന്റ്സ് ഡയഗണലിൽ മാത്രം നോൺ സീറോ ആകുന്ന സാഹചര്യത്തെ വിളിച്ച പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണലിൽ മാത്രം നോൺ സീറോ എൻട്രീസ് വന്നാൽ അതിന്റെ പേരാണ് എന്ത് കുട്ടികളെ? ഡയഗണൽ മെട്രിക്സ്. മറ്റുദാഹരണം നോക്കുന്നത് എക്സ് മെട്രിക്സ് 7 എന്ന് കിട്ടു. ഇത് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഡയഗണൽ A11 ആണ്. അത് നോൺ സീറോ അല്ലേ? അതെ. ഇത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പൊ A11 എന്ന് പറയുന്നത് നോൺ സീറോ എലമെന്റ്. അതുകൊണ്ട് എന്ത് മെട്രിക്സ് ആണ്? നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്താം. ബാക്കി എൻട്രീസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആകാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ഡയഗണൽ മെട്രിക്സുമായിട്ട് കണക്ട് ചെയ്താണ് അടുത്ത കാര്യങ്ങൾ. ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കെയിലാർ മെട്രിക്സ് ആണ്. നമ്മൾ പഠിച്ചത് സ്ക്വയർ മെട്രിക്സ് ആയിരുന്നു. ആ സ്ക്വയർ മെട്രിക്സിൽ നിങ്ങൾ മനസ്സിലാക്കിയ ആശയം എന്താ? M/M മെട്രിക്സ്, ഓർഡർ M ആയിട്ടുള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ്. അതെങ്ങനെ ഡയഗണൽ മെട്രിക്സ് ആകും നമ്മൾ പഠിച്ചു. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോ വന്നാൽ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഇനി പഠിക്കാൻ പോകുന്നതാണ് സ്കെയിലാർ മെട്രിക്സ്. ഒരു ഡയഗണൽ മെട്രിക്സിന്റെ എല്ലാ ഡയഗണൽ എൻട്രീസും സെയിം ആയാൽ, യൂണിഫോം ആയാൽ, ഒരുപോലെ ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ് ഇപ്പോൾ ഡയഗണൽ മെട്രിക്സ് എങ്ങനെയാകും നിങ്ങൾക്ക് മനസ്സിലായി. അതിലെ ഡയഗണൽ എൻട്രീസ് എല്ലാം സെയിം ആയാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലാർ മെട്രിക്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. 5 0 0 5
നമുക്കിതൊരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലായി. 2x2 ആണ് ഓർഡർ, അതുകൊണ്ട് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് വെരിഫൈ ചെയ്തേ. ഡയഗണൽ എൻട്രീസ് നോക്കി, നോൺ സീറോ എവിടെയാണ്? ഡയഗണൽ മാത്രം. അപ്പൊ ഇതൊരു ഡയഗണൽ മെട്രിക്സ്. ഇങ്ങനെയുള്ള ഡയഗണൽ മെട്രിക്സിലെ എലമെന്റ്സ് എല്ലാം സെയിം ആണെന്ന് നോക്കി, 5 5 സെയിം ആണ്. അതുകൊണ്ട് ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. വേറെ എക്സാമ്പിൾ നോക്കിയുള്ള 7 0 0 0 7 0 0 0 7. ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഡയഗണലിലെ വാല്യൂസ് നോക്കുക. സ്ക്വയർ മെട്രിക്സ് ആണോ? അതെ. ഡയഗണലിലെ നോൺ സീറോ എൻട്രീസ് ആണോ? അതെ. അപ്പൊ ഇത് സ്ക്വയർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സും ആണ്. ഇനി അതിന്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം സെയിം ആണോ? അതെ. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സ്കെയിലാർ മെട്രിക്സ് ആണ്. അപ്പോൾ സ്കെയിലാർ മെട്രിക്സ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരാൾ ചോദിക്കുക എന്താണ് സ്കെയിലാർ മെട്രിക്സ്, നമുക്ക് എന്താ മറുപടി പറയാൻ പറ്റും? ഒരു സ്ക്വയർ മെട്രിക്സ് അത് ഡയഗണൽ മെട്രിക്സ് ആവുകയും അതിലെ ഡയഗണൽ എൻട്രീസ് എല്ലാം സെയിം ആവുകയും ചെയ്താൽ നമുക്ക് എന്താ പറയാം? ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് A0 0A, ഇത് A നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് എന്ത് മെട്രിക്സ് ആണ്? ഒരു സ്കെയിലാർ മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണം ഈ ആശയങ്ങൾ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ മെട്രിക്സിന്റെ സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കി, ഡയഗണൽ മെട്രിക്സ് മനസ്സിലാക്കി, സ്കെയിലാർ മെട്രിക്സ് മനസ്സിലാക്കി. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ആശയം. അടുത്ത ആശയം നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെട്രിക്സ് ഇനി അങ്ങോട്ട് വളരെ വളരെ സിമ്പിൾ ആയിരിക്കും. പൊതുവെ മെട്രിക്സ് സിമ്പിൾ ആണ്. സിമ്പിൾ ആകാൻ കാരണം കേരളയിലെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ട്. പക്ഷെ മെട്രിക്സിന് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത പ്രയാസമുള്ള ചോദ്യങ്ങൾ ധാരാളം. ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പോലുള്ള എൻട്രൻസ് എക്സാമുകളിൽ നമുക്ക് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം. സ്ക്വയർ മെട്രിക്സ് മനസ്സിലായി, ഡയഗണൽ മെട്രിക്സ് മനസ്സിലായി. ആ ഡയഗണൽ മെട്രിക്സ് ഇപ്പോൾ എന്താക്കി? സ്കെയിലാർ വരെയായി, സ്കെയിലാർ മെട്രിക്സ് വരെയായി. ഇനി ആ സ്കെയിലാർ മെട്രിക്സിന് ചില പ്രത്യേകത ഉണ്ടാകുമ്പോൾ പുതിയൊരു സംഭവം ഉണ്ടാകും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ്? വളരെ കാര്യമായി പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് നോക്കണം. ക്യാപിറ്റൽ ഐഡന്റിറ്റി മെട്രിക്സ്. നമുക്ക് നോക്കാം എന്താ ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായി. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയ മെട്രിക്സ് ആണെന്ത്? സ്ക്വയർ മെട്രിക്സ്. ആ സ്ക്വയർ മെട്രിക്സ് നിങ്ങൾക്ക് തൊട്ടടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? ഡയഗണൽ മെട്രിക്സ് എന്നാണ്. ഡയഗണൽ മെട്രിക്സ് നിങ്ങൾക്ക് മനസ്സിലായി. ആ ഡയഗണൽ മെട്രിക്സ് സ്കെയിലാർ മെട്രിക്സ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എങ്ങനെ സ്കെയിലാർ മെട്രിക്സ് ആവും? അപ്പോൾ നിങ്ങൾ ഓർക്കുക, സ്ക്വയർ മെട്രിക്സ് മനസ്സിലായി, ഡയഗണൽ മെട്രിക്സ് മനസ്സിലായി, ഇപ്പോൾ സ്കെയിലാർ മെട്രിക്സും മനസ്സിലായി കഴിഞ്ഞു. ഇനി പഠിക്കേണ്ടത് എന്താ? ഐഡന്റിറ്റി മെട്രിക്സ്. വളരെ എളുപ്പം മനസ്സിലാക്കാം, സിമ്പിൾ കാര്യമാണ്. ഒരു സ്കെയിലാർ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആയാൽ, 1 എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ ഐഡന്റിറ്റി ആണ്, മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ് 1. ആ ഐഡന്റിറ്റി എലമെന്റ് ആയാൽ എന്താ പറഞ്ഞത്? ഒരു സ്കെയിലാർ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആയാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാവുന്ന പേരാണ് ഐഡന്റിറ്റി മെട്രിക്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 0 0 1. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് ഉറപ്പുവരുത്തിക്കേ. അതെ, കാരണം എന്താ? ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഓക്കെ. ഡയഗണൽ മെട്രിക്സ് ആണോ? അതെ, കാരണം എന്താ? ഡയഗണൽ മാത്രമേ നോൺ സീറോ ഉള്ളൂ. അപ്പൊ ഡയഗണൽ മെട്രിക്സ്. ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണോ? അതെ, ഇതിന്റെ എല്ലാ എലമെന്റും സെയിം ആണ്. ഇനി ആ സെയിം ആയ എലമെന്റ് 1 ആണ് നോക്കിയ മക്കളെ. അതെ, 1. അപ്പൊ ഇത് വിളിക്കാൻ ഐഡന്റിറ്റി മെട്രിക്സ് വിളിക്കാം. വളരെ സിമ്പിൾ അല്ലേ? ഈ 3 കാര്യങ്ങളുടെ ക്ലബ് ചെയ്താൽ ആരെ കിട്ടും? ഐഡന്റിറ്റി മെട്രിക്സിനെ കിട്ടും. ഐഡന്റിറ്റി മെട്രിക്സിന് മറ്റേ എക്സാമ്പിൾ നോക്കാം. 1 0 0 0 1 0 0 0 1. നോക്കിക്കേ,
ഇവിടെ എല്ലാം നോക്കി ലൈൻ നോക്കി ഡയഗണലല്ലേ, അവിടെ എല്ലാം 1 അല്ലേ. നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്തത് ശ്രദ്ധിക്കുക. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണോ? അതെ, 3/3. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണോ? അതെ, നോൺ സീറോ എലിമെന്റ്സ് അല്ലേ, എവിടെയാണ്? ഡയഗണൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണോ? അതെ, ഡയഗണൽ എൻട്രീസ് എല്ലാം സെയിം ആണ്, അപ്പൊ ഇത് സ്കേലാർ മെട്രിക്സ് ആണ്. ഇനി ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണോ? അതെ, സ്കേലാർ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 1 ആണ്, അപ്പൊ എന്താ ഇത്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് നമ്മൾ AIJ എന്ന് വിളിച്ചു, വിത്ത് M/N ഓർഡർ. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആകണമെങ്കിൽ ഇതിന്റെ M=N ആണ്. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആകണമെങ്കിൽ അതിന്റെ A11, A22, A33 ഇങ്ങനെ പോയി AMMO, ANN ഇതെല്ലാം എന്താകണം? നോട്ട് ഈക്വൽ ടു 0 ആകണം. ബാക്കി എല്ലാ എലമെന്റ്സ് എന്താകണം? 0 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? AIJയിലെ I=J ആകുമ്പോൾ AIJ 1 ആകണം. AIJയിലെ I=J ആകുമ്പോൾ AIJ 0 ആണ്. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നേ ഉള്ളൂ. ആശയം മനസ്സിലുണ്ട്, വെറുതെ നമുക്കൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി ഇടുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് AIJ. അതിന്റെ ഓർഡർ M/N-ലെ M ആണ് ഓർഡർ. M N സെയിം ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഓർഡർ M ആണെന്ന് കരുതുക. അങ്ങനെ ഓർഡർ M ആയ മെട്രിക്സ് നമ്മളിപ്പോ പഠിച്ച ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ എന്താ കാര്യം? ഏതൊരു എലിമെന്റ് എടുത്താലും അതിന്റെ AIJ 1 ആയിരിക്കണം. എപ്പോൾ? Iയും Jയും സെയിം ആകുമ്പോൾ. A11, A22, A33 അപ്പോഴൊക്കെ 1 ആയിരിക്കും. ബാക്കി ഇപ്പൊ A23 എടുത്തു 0 ആയിരിക്കും. A34 എടുത്തു 0 ആയിരിക്കും. അപ്പൊ ആ സ്ക്വയർ മെട്രിക്സിന്റെ ഏത് എലമെന്റ് എടുത്താലും AIJ പൊസിഷൻ 1 കിട്ടുന്നത് IJ തുല്യമാകുമ്പോഴായിരിക്കും. AIJ പൊസിഷൻ 0 ആയിരിക്കും എപ്പോൾ? I=J ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഐഡന്റിറ്റി മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനെ നമ്മൾ മാത്തമാറ്റിക്സിൽ ക്യാപിറ്റൽ I കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ അവസാനം വരെയും ആവശ്യമുള്ള ഒരു ടേമാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അതുകൊണ്ട് ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. വിവിധ തരത്തിലുള്ള മെട്രിക്സിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത മെട്രിക്സുകൾ ഒന്ന് നമുക്ക് ഓർഡറിൽ പറയാം. റോ മെട്രിക്സ്, റോ മാത്രമുള്ളത്. കോളം മെട്രിക്സ്, റോ മെട്രിക്സ് ഒരു റോ മാത്രമുള്ളത്. കോളം മെട്രിക്സ് ഒരു കോളം മാത്രമുള്ളത്. സ്ക്വയർ മെട്രിക്സ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് ഡയഗണൽ മെട്രിക്സ്, ഡയഗണൽ എലമെന്റ് മാത്രം നോൺ സീറോ ആകുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് സ്കേലാർ മെട്രിക്സ്, എന്താ? ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആകുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഐഡന്റിറ്റി മെട്രിക്സ്, ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആകുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട് എഴുതി പഠിച്ചു വെക്കണം. എന്നിട്ട് ഈ നോട്ട്സ് നിങ്ങൾ ബുക്കിനകത്ത് സൂക്ഷിക്കണം. തുടർന്നുള്ള പ്രോബ്ലംസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.